നമസ്കാരം. കനത്ത മഴയിൽ പുഴകളും തോടുകളും കരകവിഞ്ഞു. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ. നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മലയിടിച്ചിലും വ്യാപകം. സ്ഥിതിഗതികൾ പ്രളയ സമാനമെന്ന് നാട്ടുകാർ. വൃഷ്ടിപ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച കനത്ത മഴയാണ് പുഴകളിലും തോടുകളിലും നീരൊഴുക്ക് ശക്തമാകാൻ കാരണം. നഗരമധ്യത്തിലൂടെ ഒഴുകുന്ന കുരൂർ തോട് കരകവിഞ്ഞത് കോതമംഗലത്ത് വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തുന്നുണ്ട്. തോടിന്റെ തീരങ്ങളിലെ നിരവധി കെട്ടിടങ്ങളിൽ വെള്ളം കയറി. മൂവാറ്റുപുഴ റോഡിൽ ആൻ തിയേറ്ററിന് സമീപം ഏറെക്കുറെ റോഡിന് സമാന്തരമായിട്ടാണ് തോട്ടിൽ വെള്ളം ഒഴുകുന്നത്. പോലീസ് സ്റ്റേഷന് സമീപം തോടിന്റെ തീരത്തുള്ള ബഹുനില കെട്ടിടത്തിലും വെള്ളം കയറി. ഇവിടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയ്ക്ക് സമാന്തരമായിട്ടാണ് തോട്ടിൽ വെള്ളം ഒഴുകുന്നത്. രാവിലെ കോഴിപ്പള്ളിയിൽ ബിഷപ്പ് ഹൗസിന് സമീപം ദേശീയപാതയിൽ വെള്ളം കയറി തുടങ്ങിയിരുന്നു. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇവിടെ വീണ്ടും ജലനിരപ്പ് ഉയരാനാണ് സാധ്യത. കോഴിപ്പള്ളിയിലെ മുനിസിപ്പൽ പാർക്കും രാവിലെ വെള്ളത്തിനടിയിലായിരുന്നു. ഇന്നലെ രാത്രിയിലെ കനത്ത മഴയാണ് തോട്ടിൽ ജലനിരപ്പ് ഉയരാൻ കാരണം. താലൂക്കിൽ താഴ്ന്ന പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങൾ ഒട്ടുമിക്കതും വെള്ളത്തിനടിയിലാണ്. വെള്ളപ്പൊക്ക ഭീഷണിയെ തുടർന്ന് പെരിയാർ തീരങ്ങളിൽ താമസിച്ചിരുന്ന നിരവധി കുടുംബങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് താമസം മാറി. തങ്കളം ജവഹർ കോളനിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 33 കുടുംബങ്ങളെ ടൗൺ UP സ്കൂളിൽ തുറന്നിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചു. ഇന്ന് പുലർച്ചെയാണ് കുരൂർ തോട് നിറഞ്ഞൊഴുകി വെള്ളം വീടുകളിലേക്ക് ഇരച്ചെത്തിയത്. മുമ്പും നിരവധി തവണ ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോഴും സമാന രീതിയിൽ ഈ കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുകയായിരുന്നു. പ്രായമായവരെ വഞ്ചിയിൽ കയറ്റിയാണ് ഇന്ന് വീടുകളിൽ നിന്ന് പുറത്തെത്തിച്ചത്. കുട്ടമ്പുഴ പൂയംകുട്ടി മണികണ്ഠൻ 15 കുടുംബങ്ങളിലെ താമസക്കാരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ചപ്പാത്ത് വെള്ളത്തിനടിയിലാണ്. ഇതേ തുടർന്ന് ഇവിടുത്തെ ജനവാസ മേഖല ഒറ്റപ്പെട്ട സ്ഥിതിയാണ് നിലവിലുള്ളത്. M4 മലയാളം, കോതമംഗലം.